പാൽ ഇങ്ങനെ ചൂടാക്കുമ്പോൾ തിളച്ചു മറഞ്ഞു പോകാൻ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പാൽ എന്ന് പറയുന്നത് വെറും വെള്ളം മാത്രമല്ല, അതിൽ വെള്ളവും കൊഴുപ്പും പ്രോട്ടീനുകളും പഞ്ചസാരയും എല്ലാം അടങ്ങിയിരിക്കുന്നു. ഇത്തരം മിശ്രിതത്തെ കൊളോയിഡ് എന്ന് പറയുന്നു. നമ്മൾ പാൽ ചൂടാക്കുമ്പോൾ അതിലുള്ള പ്രോട്ടീനുകൾക്ക് അവയുടെ ഘടനയിൽ മാറ്റം സംഭവിച്ച് ഉപരിതലത്തിൽ നേർത്ത നുര പോലുള്ള ഒരു പാളി രൂപപ്പെടുന്നു. അതേസമയം പാലിലുള്ള വെള്ളം നീരാവിയായി മാറുകയും നീരാവി മേലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ കുമിളകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ നീരാവി കുമിളകൾ മുകളിലെ പതയുടെ പാളിയിൽ ചെന്ന് ഇങ്ങനെ കുടുങ്ങി നിൽക്കും. പതയുടെ ലെയർ ഉള്ളത് കാരണം നീരാവിക്ക് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകാൻ കഴിയില്ല. അങ്ങനെ പാൽ നന്നായി ചൂടാകും തോറും കൂടുതൽ നീരാവി കുമിളകളായി വന്ന് മേലെ പതയിൽ വന്ന് കുടുങ്ങി നിൽക്കുന്നു. ഒരു പരിധി കഴിയുമ്പോൾ ഇത് കാരണം പത വളരെ വേഗത്തിൽ വികസിക്കാൻ തുടങ്ങുകയും മുകളിലേക്ക് ഉയർന്ന് ഒടുവിൽ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോകുകയും ചെയ്യുന്നു. പാൽ ഇങ്ങനെ തിളച്ചു മറിയുന്നത് തടയാൻ എന്താ വഴി? നമുക്കിപ്പോൾ ഇതിനു പിന്നിലെ സയൻസ് അറിയാവുന്നതുകൊണ്ട് അത് എളുപ്പമല്ലേ? പാൽ ഇങ്ങനെ ചൂടായി നീരാവി കുമിളകളായി മേലേക്ക് വരുമ്പോൾ ഇവിടെ കുടുങ്ങി നിൽക്കാൻ പാടില്ല. കുടുക്കി നിർത്തുന്നത് ഈ മേലത്തെ ലെയറാണ്. അപ്പോൾ അതൊരു സ്പൂണിട്ട് പൊട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. സയൻസ് അറിഞ്ഞാൽ കാര്യങ്ങൾ എത്ര സിമ്പിളാണല്ലേ?